ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ചിക്കൻ ഷവർമ ഉണ്ടാക്കിയാലോ. 1/4 കിലോ ചിക്കൻ ചെറിയ കഷ്ണാക്കിയിട്ട് മാറ്റി വെക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടിയിട്ട് 1/4 കിലോ ചിക്കൻ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചതിലേക്ക് ആഡാക്കാം. ഇതെല്ലാം കൂടിയിട്ട് കൈകൊണ്ട് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി ചിക്കനിലേക്ക് 1 ടീസ്പൂണ് ഉപ്പും 1 ടീസ്പൂണ് വിനാഗിരിയും കൂടി ആഡാക്കിയിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം. 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മിനിമം അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഒരു തവ അടുപ്പത്ത് തയ്യാറാക്കിയ ചിക്കൻ നല്ല പാങ്ങിൽ പൊരിച്ചെടുക്കാം. ചിക്കൻ തിരിച്ചും മറിച്ചും നന്നായി പൊരിച്ചെടുക്കണം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരു ബൗളെടുക്കുക. അതിന് ശേഷം കുനുകുനാന്ന് എരിഞ്ഞു വെച്ച കാബേജും ക്യാരറ്റും ബൗളിലേക്ക് ഇടുക. പൊരിച്ച് വെച്ച ചിക്കൻ കൂടി അതിലേക്ക് ആഡാക്കുക. അതിന് ശേഷം ഞാൻ തയ്യാറാക്കി വെച്ച മയോണൈസും കൂടി അതിലേക്ക് ആഡാക്കി നല്ലോണം മിക്സ് ആക്കാം. ഉപ്പിടേണ്ട ആവശ്യമില്ല. ഓൾറെഡി മയോണൈസിലും ചിക്കൻ പൊരിച്ചതിലും ഉപ്പിട്ടതുകൊണ്ട് എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല പാങ്ങിൽ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കുക. ഒരു ബട്ടർ പേപ്പർ എടുക്കുക. ബട്ടർ പേപ്പർ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ A4 ഷീറ്റ് പേപ്പറാണ് എടുത്തത്. A4 ഷീറ്റ് പേപ്പറിൽ കുബൂസ് വെക്കുക. അതിനുശേഷം നേരത്തെ മാറ്റി വെച്ച മയോണൈസിൽ നിന്ന് കുറച്ചെടുത്ത് നന്നായിട്ട് മൊത്തത്തിൽ മിക്സ് ആക്കുക. ഫില്ലിങ് നടുവിലായി വെക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മയോണൈസും കൂടി ആഡാക്കണം. നല്ലോണം ഫില്ലിങ് നിറക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആവശ്യാനുസരണം ഫില്ലിങ് ഇട്ടാൽ മതി. മയോണൈസും കൂടി അതിലേക്ക് ആഡാക്കിയ ശേഷം A4 ഷീറ്റ് പേപ്പർ 2 സൈഡും റോൾ ചെയ്തെടുക്കുക. സ്വാദിഷ്ടമായ ഷവർമ റെഡി.